എൻ്റെ പേര് ബിനു. ഞാൻ അമൃതയിലെ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസറാണ്. അതേപോലെ അമൃതപുരി ക്യാമ്പസിൻ്റെ അഡ്മിഷൻ സീനിയർ മാനേജറും കൂടിയാണ്. അപ്പം നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് എജു ഫെസ്റ്റ് വഴി കിട്ടിയിരിക്കുന്നത്. കാര്യം ഏഷ്യാനെറ്റ് ന്യൂസ് ഇങ്ങനൊരു ഇനീഷ്യേറ്റീവ് കൊണ്ടുവന്നത് കാരണം പല യൂണിവേഴ്സിറ്റീസ് ഇൻക്ലൂഡിങ് അമൃത ഞങ്ങളുടെ കോഴ്സുകളെക്കുറിച്ചും ഞങ്ങളുടെ ക്യാമ്പസുകളെക്കുറിച്ചും ഞങ്ങളുടെ റിസർച്ചിനെ കുറിച്ചും ഒക്കെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്കൊരു ചാൻസ് കിട്ടിയത് ഈ എജു ഫെസ്റ്റ് വഴിയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ കോട്ടയത്താണ്. കോട്ടയത്ത് രാവിലെ മുതൽ തന്നെ നല്ല ഇഷ്ടംപോലെ ആൾക്കാർ ഈ എജു ഫെസ്റ്റിന് വേണ്ടിയിട്ട് ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ അമൃതപുരി ക്യാമ്പസിൻ്റെ 2 സെഷൻസ് ഞങ്ങൾ രാവിലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഡോക്ടർ ശങ്കർ, ഞങ്ങളുടെ ട്രിപ്പിൾ ഇ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഞങ്ങളുടെ പ്രൊഫസർ, അദ്ദേഹം അമൃത ഇൻസൈറ്റ്സ് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ക്യാമ്പസിനെ കുറിച്ചും ഞങ്ങളുടെ ക്യാമ്പസിലെ റിസർച്ചിനെ കുറിച്ചും എല്ലാം ഡോക്ടർ ശങ്കർ ഇവിടെ പ്രസൻറ്റ് ചെയ്തു. അതിനുശേഷം നമ്മുടെ ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻസിലെ ശ്രുതി എന്ന് പറഞ്ഞ മാഡം, പുള്ളിക്കാരി നമ്മളുടെ കരിയർ കൗൺസിലിങ്ങിനെ കുറിച്ചുള്ളൊരു സെഷൻ ചെയ്തു. പൊതുവേ ഇത് നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇത് വളരെയധികം എൻജോയ് ചെയ്യുന്നു. ഏഷ്യാനെറ്റ് ഇങ്ങനൊരു ചാൻസ് ഞങ്ങൾക്ക് തന്നതിൽ ഞങ്ങൾ വളരെയധികം നന്ദിയുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിനോട്. ഹായ് എവ്രിവൺ, ഞാൻ ഡോക്ടർ ശങ്കർ നളിനാക്ഷൻ, അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ഏഷ്യാനെറ്റും അമൃത വിശ്വവിദ്യാപീഠവും ചേർന്നുള്ള എഡ്യൂക്കേഷൻ ഫെസ്റ്റിൻ്റെ കോട്ടയത്തെ വേദിയിലാണ് ഞാൻ നിൽക്കുന്നത്. എന്നിവിടെ ഒരു വൈഡ് റേഞ്ച് ഓഫ് +2 കഴിഞ്ഞ സ്റ്റുഡൻസിനെയാണ് നമുക്ക് കിട്ടിയത്. അവരുടെ ഡൗട്ട്സ് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റി. പിന്നെ അമൃത വിശ്വവിദ്യാപീഠത്തിൻ്റെ 9 ക്യാമ്പസുകളിലുള്ള കോഴ്സുകളെക്കുറിച്ചും അവിടുത്തെ ജോലി സാധ്യതയെക്കുറിച്ചും പ്ലേസ്മെൻറ്റിനെ കുറിച്ചും ഹയർ സ്റ്റഡീസിനെ കുറിച്ചും നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു. കുട്ടികൾക്കുണ്ടായിരുന്ന ഡൗട്ട്സൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റി. ഇങ്ങനൊരു അവസരം തന്നതിന് അമൃത വിശ്വവിദ്യാപീഠത്തിനും ഏഷ്യാനെറ്റ് ന്യൂസിനും താങ്ക് യു സോ മച്ച് ആൻഡ് ബെസ്റ്റ് വിഷസ് ഫോർ ദ സ്റ്റുഡൻസ്. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു എക്സ്പോയിൽ വന്നത്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് സ്റ്റുഡൻസിനെ മീറ്റ് ചെയ്യാൻ പറ്റി. അവർക്ക് നമ്മൾ പുതിയ കോഴ്സുകളും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റി. ക്ലാസ്സസ് ഒക്കെ കുറച്ച് അറ്റൻഡ് ചെയ്തിരുന്നു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓവറോൾ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് കുട്ടികളുമായിട്ട് നമുക്ക് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റിയത് കാരണം നമുക്ക് നല്ല ലീഡ്സ് ഒക്കെ കിട്ടി. നമുക്ക് കുറേ ആളുകളുടെ താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റി. അവരെ നമുക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. We are representing the Lakshmi Srinivasan University campus, Trichy. ഇവിടെ ഈ ഒരു നമ്മുടെ എഡ്യൂക്കേഷൻ ഫെയറിൽ പങ്കെടുത്തതിൽ നമുക്ക് നല്ല റെസ്പോൺസ് കുട്ടികളിൽ നിന്ന് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഓൾറെഡി നമ്മുടെ സ്ഥാപനത്തിലേക്ക് കുട്ടികൾ വന്നു തുടങ്ങി. അവരുടെ പാഷൻ അനുസരിച്ച് കോളേജും കോഴ്സും ചൂസ് ചെയ്യാനുള്ളൊരു അവസരം നമ്മൾ തയ്യാറാക്കി കൊടുത്തതിൽ അവരുടെ പേരൻസ് വളരെ ഹാപ്പി ആയിട്ടാണ് ഫീഡ്ബാക്ക് തരുന്നതും പോകുന്നതും. ഇവിടെ പങ്കെടുത്തതിൽ നമുക്ക് തന്നെ വളരെ നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ നമ്മളുടെ ക്യാമ്പസ് വിസിറ്റ് ചെയ്യാം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എജു ഫെയറിൽ പങ്കെടുത്തതിലും ഇതൊരുക്കിയതിലും ഏഷ്യനെറ്റിനും ഇതിൻ്റെ സംഘാടകർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. Pradeep Joy, representing Chanakya University, Bangalore. I take care of Tamil Nadu and Kerala. Today I visited EduFest Expo in Kottayam. It was one of its kind and first kind of experience for Chanakya. So the students, the best part was the students along with the parents had come. They had a lot of queries as such, like it can be engineering, law, psychology. It was what do you say? In simple, there were a lot of queries across the program. It can be even for masters, I could get 2-3 queries for MSc Data Science as well. So Chanakya University is a philanthropic university, and we align with NEP 2020. Now, whereas the organizer is concerned, he has done his job. Parents with the students were involved here, and kind of a good exposure. Counseled more than 20+ parents. They have taken a lot of interest. Hope for the good conversions. എൻ്റെ പേര് ലക്ഷ്മി എന്നാണ്. വി ആർ റെപ്രസെൻറ്റിംഗ് ക്രൈസ്റ്റ് അക്കാഡമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ്, ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇന്നിപ്പോൾ കോട്ടയത്ത് എഡ്യൂഫെസ്റ്റിന് വന്നേക്കുന്നത്. ആൻഡ് കൊച്ചിയിൽ ഞങ്ങൾ വരുന്നുണ്ട്. കാരണം വി ഫീൽ ദാറ്റ് നല്ലൊരു പ്രോഗ്രാമാണ്. കാരണം ഇവിടെ വന്ന കുട്ടികൾക്ക് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഒത്തിരി കാര്യങ്ങൾ അവരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും കറണ്ട് ട്രെൻഡ് അവരെന്താണ് അവരുടെ മനസ്സിലുള്ള ഐഡിയാസ് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ ഒരു നല്ലൊരു ചാൻസ് ആയിരുന്നു. അതുകൊണ്ട്
അതിന് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഹെൽപ്പ് അവർക്ക് കൊടുക്കാൻ പറ്റിയതിൽ വി ഫീൽ റിയലി ഹാപ്പി. ആൻഡ് ഇത് തന്നെയാണ് ഞങ്ങൾ കൊച്ചിയിലും എക്സ്പെക്ട് ചെയ്യുന്നത്. ഇത് ചെയ്യണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. എൻ്റെ പേര് ലക്ഷ്മി ആർ ചന്ദ്രൻ. ഞാൻ അമൃത വിശ്വവിദ്യാപീഠത്തിലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാണ്. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുന്നത് കോട്ടയത്തെ എഡ്യൂഫെസ്റ്റ് 2025 ഈ ഒരു പ്ലേസിലാണ്. രാവിലെ മുതൽ നമ്മളിവിടെ ഉണ്ട്. കുട്ടികളും ആണെങ്കിലും പാരൻസ് ആണെങ്കിലും 12th കഴിഞ്ഞിട്ട് എന്ത് എന്നുള്ളൊരു ക്വസ്റ്റ്യനിൽ ഒരു സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പം കുട്ടികളുടെ ആശങ്കയും അതിലുപരി എക്സൈറ്റ്മെൻറ്റും രണ്ടും സത്യം പറഞ്ഞാൽ ഇവിടെ കാണുന്നുണ്ട്. കൂടുതലായിട്ട് ഇവിടുത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് BSc റിലേറ്റഡ് ഫീൽഡ്സും BCom റിലേറ്റഡ് ഫീൽഡ്സിൻ്റെ എൻക്വയറീസ് ആണ് കൂടുതൽ വരുന്നത്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ വരുന്നുണ്ട്. എന്തായാലും ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന ഏഷ്യാനെറ്റിനും അമൃത യൂണിവേഴ്സിറ്റിയും ഞാൻ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഞാൻ വരുന്നത് കന്യാകുമാരി സെൻറ്റ് ജോസഫ് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നാണ്. നമ്മൾ മെഡിക്കൽ കോളേജാണ്. അത് സ്റ്റുഡൻസിന് ചോദിച്ച് വരുന്നുണ്ട് കോഴ്സുകളെല്ലാം. ഓൾമോസ്റ്റ് നല്ലൊരു പ്രോഗ്രാമാണ്. കേരളത്തിനോട് ഇത്രയധികം അടുത്ത് കിടക്കുന്ന കോളേജ് ആയതിനാലും നമുക്ക് പേരൻസിനോടെല്ലാം നമ്മുടെ കോളേജിനെ പരിചയപ്പെടുത്താനും സംസാരിക്കാനും കഴിഞ്ഞു. ഒരുപാടധികം സ്റ്റുഡൻസിനോട് നമ്മുടെ കോളേജിനെ പറ്റി സംസാരിക്കാനും അവർക്ക് നമ്മുടെ കോഴ്സിനെ പറ്റിയൊക്കെ പരിചയപ്പെടുത്താനും സാധിച്ചു. വളരെ നല്ലൊരു പരിപാടിയായിരുന്നു. താങ്ക് യു ഏഷ്യാനെറ്റ്. My name is Shruti. I am working at Amrita Vishwavidyapeetham past 12 years as a career expert. സോ ഇന്നത്തെ ഒരു ഏഷ്യാനെറ്റുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് അമൃതയുടെ ഒരു പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് റിയലി എ വെരി ബിഗ് എക്സ്പീരിയൻസ്. കാരണം നമുക്കിവിടെ 10th ഗ്രേഡ് തൊട്ട് 12th സ്റ്റാൻഡേർഡ് വരെ പഠിക്കുന്ന 1000+ സ്റ്റുഡൻസുമായിട്ട് ലൈവായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ കഴിഞ്ഞ ഒരു അവസരമായിരുന്നു. കുട്ടികൾക്കുണ്ടായിരുന്ന പലതരമായിട്ടുള്ള കൺഫ്യൂഷൻസ്, കരിയർ ചൂസ് ചെയ്യാനും പിന്നെ അവർക്ക് എങ്ങനെ ഒരു കരിയർ ചൂസ് ചെയ്യണം എന്നുള്ള ഡിഫിക്കൽട്ടി, ഒരു ക്ലാരിറ്റിയും കോൺഫിഡൻസോടെ നമുക്കിവിടെ കുട്ടികളെ നല്ല രീതിയിൽ ലൈവായിട്ട് ഗൈഡ് ചെയ്യാൻ കിട്ടിയ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഈ മൂമെൻ്റ് എടുക്കുന്നത്. എൻ്റെ പേര് ഡോക്ടർ ഗായത്രി നാരായണൻ. ഞാൻ അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായി വർക്ക് ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്നത്തെ കാലത്ത് ഇൻഫർമേഷൻ ഇസ് ഓൺ അവർ ഫിംഗർ ടിപ്സ്. പ്രിൻറ്റ് മീഡിയ വഴിയാണെങ്കിലും സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും എല്ലാം നമ്മുടെ വിരൽത്തുമ്പ തന്നെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാലത്ത് എഡ്യൂഫെസ്റ്റ് പോലെ ഒരു ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ എനേബിൾ ചെയ്ത് ഏഷ്യാനെറ്റിന് ശരിക്കും വി ലൈക്ക് ടു കൺവേ അവർ കൺഗ്രാറ്റുലേഷൻസ്. വന്ന് എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായി സംസാരിച്ച് ആ ഒരു വിഷ്വൽ ഇമ്പാക്റ്റ് ഇസ് റിയലി ഗുഡ്. കുറേ സ്റ്റുഡൻസായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റി. അവരുടെ ക്യൂരിയോസിറ്റി എല്ലാം കണ്ട് നമുക്കും അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. എഡ്യൂഫെസ്റ്റിൻ്റെ കാലിക്കറ്റ് എഡിഷനിലും എനിക്ക് പങ്കെടുക്കാൻ പറ്റിയായിരുന്നു. So I would like to, on behalf of Amrita, we would like to express our heartfelt gratitude for giving us this opportunity to be able to collaborate with Asianet for this program. Actually, ഞങ്ങൾ ഈസ്റ്റ് പോയിന്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബാംഗ്ലൂർ റെപ്രസെൻറ്റ് ചെയ്യാണ്. ഏഷ്യാനെറ്റും നമ്മുടെ ചെക്ക് അലയൻസും കൂടെ ചേർന്ന് നടത്തി ഈ ഒരു ഈവൻറ്റ് ശരിക്കും ഗ്രാൻഡ് സക്സസ് ആണ്. ഒരുപാട് ഐഡിയാസ് ഇല്ലാത്ത സ്റ്റുഡൻസിന് കൗൺസിലിംഗ് കൊടുക്കാനും ഒരുപാട് കോഴ്സുകളെ കുറിച്ചുള്ള ഒരുപാട് കോഴ്സസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാനും കഴിഞ്ഞു. ആൻഡ് വി ആർ വെരി മച്ച് ഹാപ്പി അബൌട്ട് ദിസ് ഈവൻറ്റ്. ഏഷ്യാനെറ്റിൻ്റെ എഡ്യൂഫെസ്റ്റ് 2025 നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് കോട്ടയത്ത് മാധുശ്രീ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ BSc നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് ഒരു മീഡിയം ഫീസ് പാക്കേജ്, ഒരു അഫോർഡബിൾ ഫീസ് പാക്കേജിൽ വരുന്ന ബാംഗ്ലൂരിലെ വൺ ഓഫ് ദ ഹോസ്പിറ്റൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് മാധുശ്രീ എന്നുള്ളത്. മാധുശ്രീയുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് ഇന്ന് ഞാനിവിടെ ഇരിക്കുന്നത്. കോട്ടയത്ത് നല്ല റെസ്പോൺസ് ആയിരുന്നു. കുട്ടികളുടെ ഭാഗത്തു നിന്നാണെങ്കിലും പാരൻസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും നല്ല പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് തന്നെയാണ് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ താങ്ക് യു ഏഷ്യാനെറ്റ്, താങ്ക് യു എഡ്യൂഫെസ്റ്റ്. Sarjan Jivakuma, this is the global Emmanuel Arsa group of institutions. We are coming from the Tamil Nadu, the Kanyakumari districts. Okay, we are coming from these occasions. There is very nice to enjoying for that because of the admissions for the going on for our colleges. For we have the arrangements for the physiotherapy college, nursing, and their allied health science for the medical courses. After that same time, this is the under Dr. MGR Medical University, Chennai. That same class engineering college, they have the technical, they are Anna universities. So we providing the good universities and good faculties and facilities for our colleges. So this is they here have the lot of people is coming to we give the very good experience and teach for the more confidence for our college admissions. എൻ്റെ നെയിം ശിവപ്രസാദ് ആണ്. ഞാൻ രോഹിണി കോളേജ് കന്യാകുമാരിയിൽ നിന്ന് വന്നിരിക്കുന്നത്. ഞാൻ അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ട് ഇരിക്കുക. എക്സിബിഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് സ്റ്റാൾസ്, ഒരുപാട് ആൾക്കാർ പൽവേറെ ഏരിയാസിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇവിടെ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം പക്കായിട്ടുണ്ട്. കുറേ സ്റ്റുഡൻസ് രാവിലെ തൊട്ട് കുറേ സ്റ്റുഡൻസ് വന്നുകൊണ്ടിരിക്കുക. സോ ഇറ്റ് സീംസ് എക്സ്ട്രീംലി ഗുഡ്. ഐ എം ഡോക്ടർ പ്രമോദ് പി നായർ ഫ്രം ദ മാത്സ് ഡിപ്പാർട്ട്മെൻറ്റ് അറ്റ് അമൃതപുരി ക്യാമ്പസ്.
ഓഫ് അമൃത യൂണിവേഴ്സിറ്റി. സോ ഇന്ന് നമ്മൾ കോട്ടയത്ത് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് ഏഷ്യാനെറ്റും അമൃതയും കൂടി ചേർന്ന് നടക്കുന്ന എഡ്യൂ ഫെസ്റ്റ് എന്ന പരിപാടിക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇന്ന് കുറേ പേരൻസും കുട്ടികളും ഒക്കെ വന്ന് നമ്മളുടെ കുറേ ഡൗട്ടുകൾ, ന്യൂ ജനറേഷൻ കോഴ്സുകളെ കുറിച്ചുള്ള ഡൗട്ടുകളും അത് പഠിച്ചാലുള്ള ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. എസ്പെഷ്യലി ഞങ്ങൾ ഫിസിക്കൽ സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ടീച്ചേഴ്സിനോട് നമ്മുടെ ന്യൂജൻ കോഴ്സുകളായിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് MSc പ്രോഗ്രാംസിനെ കുറിച്ചും ഓണേഴ്സ് പ്രോഗ്രാംസിനെ കുറിച്ചും അതിൻ്റെ മൈനേഴ്സിനെ കുറിച്ചും മൈനേഴ്സ് എന്താണെന്നും മൈനർ സ്പെഷ്യലൈസേഷനും തമ്മിലുള്ള ഡിഫറൻസുകൾ എന്താണെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയും അവർ അതിനെക്കുറിച്ച് എക്സൈറ്റഡ് ആവുകയും ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു. എൻ്റെ പേര് ഹാഷിർ. ഞാൻ NPOY ഇൻ്റർനാഷണലിലെ കിർഗിസ് നാഷണൽ യൂണിവേഴ്സിറ്റിയുമായിട്ടുള്ള MBBS പ്രോഗ്രാമിൻ്റെ സ്റ്റാളിന് വേണ്ടി ഇവിടെ ഇരിക്കുന്നു. എഡ്യൂ ഫെസ്റ്റ് ആക്ച്വലി നന്നായിരുന്നു. ഒത്തിരി കുട്ടികൾ വന്നു. +2 കഴിഞ്ഞ പലതരം കുട്ടികളും അവർക്ക് വേണ്ടിയിട്ടുള്ള സംശയങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുക, അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം, ആൻഡ് അവരുമായിട്ട് സംസാരിക്കുക, അവർക്ക് നല്ല കൗൺസിലിംഗ് ഒക്കെ കൊടുക്കാൻ പറ്റി. വളരെ നന്നായിരുന്നു. സ്വദേശത്ത് ഉപരിപഠനത്തിന് തയ്യാറെടുക്കുന്നവർക്കായി ഏഷ്യാനെറ്റ് ന്യൂസ് ഒരുക്കുന്ന എഡ്യൂഫെസ്റ്റ് 2025. കേരളത്തിലെ ഏറ്റവും വലിയ സ്വദേശ വിദ്യാഭ്യാസ പ്രദർശനത്തിന്റെ ഭാഗമാകാനും കരിയർ ഗൈഡൻസിലൂടെ നിങ്ങളുടെ ഭാവി വിജയകരമാക്കുവാനും ഒരു സുവർണാവസരം. ഇന്ത്യക്കകത്തുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ. ഏഷ്യാനെറ്റ് ന്യൂസ് എഡ്യൂഫെസ്റ്റ് 2025 ഏപ്രിൽ 12, 13 തീയതികളിൽ രാവിലെ 10 മണി മുതൽ രാത്രി 8 മണി വരെ. മാരിയറ്റ് ഹോട്ടൽ, കൊച്ചി. കൂടുതൽ വിവരങ്ങൾക്ക് അമൃത വിശ്വവിദ്യാപീഠം ഏഷ്യാനെറ്റ് ന്യൂസ് എഡ്യൂഫെസ്റ്റ് 2025 സമർപ്പിക്കുന്നത് അമൃത വിശ്വവിദ്യാപീഠം.